പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈശോ മൂന്നാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു രാത്രിയുടെ ഒരു പശ്ചാത്തലമുണ്ട് ഇതിന്. എന്നാൽ അതോടൊപ്പം തന്നെ സായാഹ്നത്തിൽ തുടങ്ങി രാത്രിയിലൂടെ കടന്ന് പുതിയ ഒരു പ്രഭാതത്തിലേക്ക് എത്തുന്ന ഏറ്റവും മനോഹരമായൊരു ചിത്രം. ഒത്തിരി കാര്യങ്ങൾക്ക് പരിശ്രമിച്ച് ഒന്നും വിജയിക്കാതെ വരുമ്പോൾ, ആകെ തളർന്ന് അവശരായിരിക്കുമ്പോൾ അറിയാതെ മനസ്സിൽ പറയും, ഇതൊന്നും വേണ്ടായിരുന്നു, ആ പഴയതുപോലെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകമായ അവസ്ഥയാണിത്. യേശുവിൻ്റെ പിന്നാലെ നടന്ന് എന്തൊക്കെയോ ആരൊക്കെയോ ആയിത്തീരുമെന്ന് കരുതി അവസാനം ഒന്നുമില്ലാതെ വരുമ്പോൾ ഏറ്റവും സങ്കടത്തോടുകൂടി കടപ്പുറത്തിരുന്ന് തമ്മിൽ പറയുകയാണ്, വേണ്ടായിരുന്നു, നമുക്ക് പഴയതുപോലെ മീൻ പിടിക്കാൻ പോകാം. ചിന്തകൾ നിരാശയിലേക്കും നിരാശ തെറ്റായ തീരുമാനങ്ങളിലേക്കും എത്തുമ്പോൾ ശിഷ്യന്മാർ ദൈവത്തെ മറന്ന് പഴയ വഴികളിലേക്ക് തിരികെ പോകുന്നു. രാത്രി മുഴുവൻ, രാത്രിക്ക് പ്രാധാന്യമുണ്ട്, നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രാത്രി പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒത്തിരി ഇടങ്ങളിൽ ഈ രാത്രിയെ നാം കണ്ടുമുട്ടും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ സങ്കടത്തോടുകൂടി രാവിലെ കടൽക്കരയിലേക്ക് വരുന്ന ഈ ശിഷ്യന്മാരെ നോക്കി ഉദ്ധിതനായവൻ ചോദിക്കുന്നു, മക്കളെ, ഒന്നും കിട്ടിയില്ലേ? സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, സ്വന്തം ജീവിതത്തിനോട് വെറുപ്പുണ്ട്. കാരണം ഇത്രയും നാൾ വെറുതെ ഒരു മനുഷ്യൻ്റെ പിന്നാലെ നടന്ന് ജീവിതം നശിപ്പിച്ചു. ഇപ്പോൾ മീൻ പിടിക്കുന്നത് പോലും മറന്നുപോയൊരവസ്ഥയിലേക്ക്. കാരണം മീൻ കിട്ടാതെ ഒരിക്കലും അവർ തിരികെ വന്നിട്ടുണ്ടാവില്ല. ഇതൊരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം. കടലിൻ്റെ നിഴലും ആഴവും ചലനവും കൃത്യമായി അറിയുന്നവർ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വരിക എന്ന് പറയുമ്പോൾ അറിഞ്ഞിരുന്ന തൊഴിൽ പോലും മറന്നൊരവസ്ഥയാണിത്. ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, ആ വിശ്വാസ ജീവിതം ജീവിക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ, അത്രയും നാളുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അവൻ പഴയ കാര്യങ്ങളും പഴയ ജീവിത രീതികളും ജോലികളുമൊക്കെ മറന്നു പോയേക്കാം. കാരണം അവൻ്റെ ജീവിത ശൈലി തന്നെ മാറിപ്പോകുന്നു. എന്നാൽ സങ്കടമുള്ളിൽ തളം കെട്ടി നിൽക്കുമ്പോൾ കരയിൽ നിൽക്കുന്ന ഗുരുവിനെ പോലും തിരിച്ചറിയുവാൻ സാധിക്കാത്തൊരവസ്ഥ. അവസാനം അവൻ പറയുന്നു, വള്ളമിറക്കുക, വല വലതുവശത്ത് എറിയുക. പറയുന്നവൻ്റെ ശബ്ദം പോലും തിരിച്ചറിയുവാൻ സാധിക്കാതെ ശിഷ്യന്മാർ യാതൊരു താല്പര്യവുമില്ലാതെ അവൻ പറഞ്ഞിടത്തേക്ക് വലയിറക്കുമ്പോൾ വല നിറയെ മത്സ്യങ്ങൾ. തിരിച്ചറിയുന്നു ഗുരുവാണെന്ന്. ഒരുവൻ തൻ്റെ പാപത്തിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് കടലിലേക്കെടുത്ത് ചാടുമ്പോൾ കൂടെയുള്ളവർ വള്ളം കരയിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിച്ച് മീനുകളെല്ലാം കരയിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രഭാത ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുന്ന ദിവ്യനാഥൻ. രാത്രിയാണ് നാം. ഈ രാത്രിയിലാണ് നാം ഈശോയോടൊപ്പം ഒരല്പസമയം ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ്. ഇത്രയും നാൾ നീ അധ്വാനിച്ചിട്ട് എവിടെ വരെയായി നിൻ്റെ ജീവിതം? ഈശോയെ കൂട്ടുപിടിക്കുവാൻ നിനക്കൊരു മനസ്സുണ്ടായോ? ഓരോ പ്രാവശ്യവും ഈശോനാഥൻ നിന്നോട് പറയുകയായിരുന്നില്ലേ എന്തൊക്കെ ചെയ്യണം, എപ്രകാരമായിരിക്കണമെന്ന്? നീ ജീവിക്കുന്ന ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് പോലും മോശമായി തോന്നിയ അവസരങ്ങൾ നിൻ്റെ ജീവിതത്തിലില്ലേ? ഈ വിശ്വാസമായിരിക്കുന്നത് കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹത്തിലെ അവസ്ഥകൾ, നില, വില, സമ്പത്ത്, കുടുംബത്തിലെ പ്രതിസന്ധികൾ, നന്മയോടെ സത്യസന്ധമായി ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥകൾ, ഇതൊക്കെ ഇരുളിൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. ഒന്നും ലഭിക്കാതെ പോകുന്ന ഫലശൂന്യമായ അധ്വാനത്തിൻ്റെ
സാക്ഷ്യങ്ങൾ തന്നെയാണ്. ഇവിടെ യേശുനാഥൻ ഈ രാത്രിയിൽ നിന്നോടൊപ്പം. അത്ഭുത സ്തബ്ധരായി നിന്നു പോകുന്ന ശിഷ്യന്മാരെ പോലെ അവനിപ്പോൾ നിൻ്റെ മുൻപിലാണ്. ഈശോയുടെ മുൻപിലേക്ക് ഇന്ന് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തെ. അവനിലേക്ക് കണ്ണുകളൊന്ന് ഉയർത്തിയൊന്ന് നോക്കുക. നിൻ്റെ അധ്വാനം എപ്രകാരം, നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ ചെയ്യുന്നത് എപ്രകാരം. ഓർക്കാം എല്ലാവരെയും, പ്രാർത്ഥിക്കാം എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായി. ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തമായ വഴികളിലൂടെ, സ്വന്തമായ ബുദ്ധിയിലൂടെ, വിവേകമാണെന്നുള്ള രീതിയിൽ അധ്വാനിക്കുന്നവരെ, സമ്പത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ, ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം വഴികളിലൂടെ നീങ്ങുന്നവരെ, മക്കളെ ഓർക്കാൻ പ്രത്യേകമായിട്ട് പഠനങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വഴികളിലൂടെയൊക്കെ ഇവർ നീങ്ങുമ്പോൾ ദൈവത്തെ ഇവർ മറന്നു പോകുന്നുണ്ടോ? സംശയത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ആഘോഷങ്ങളുടെ പേര് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സംതൃപ്തരല്ലാതെ നഷ്ടധൈര്യരായി പോകുന്ന മക്കളെ ഓർത്ത് സമർപ്പിക്കാം. രോഗികളായിരിക്കുന്നവരെ ഓർക്കാം, ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരെ ഓർക്കാം, ജോലി നഷ്ടപ്പെട്ടവരെ ഓർക്കാം, നഷ്ടധൈര്യരായി പോകുന്നവരെ ഓർക്കാം, നിരാശയിലായിരിക്കുന്നവരെ ഓർക്കാം, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ ഓർക്കാം. സർവരെയും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, കാത്തുകൊള്ളണമേ എന്ന്, വഴി നടത്തണമേ എന്ന്, നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന്, ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ച് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവ സാന്നിധ്യമുള്ള, സംരക്ഷണമുള്ള നല്ലൊരു രാത്രി, ശുഭനിദ്ര നേരുന്നു. അതോടൊപ്പം പ്രഭാതത്തിൽ നമ്മെ കാത്തിരിക്കുന്ന ഈശോയെ നമുക്ക് കണ്ടുമുട്ടാനാവട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.